കോട്ടയം ഐമനം പഞ്ചായത്തിലെ ചിപ്പുങ്കൽ വലിയചെറിയിലെ കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. 600 പാടശേഖരത്തെ വെള്ളം വറ്റിക്കാതാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. പാടശേഖരം കരകവിഞ്ഞ് വെള്ളം പുരയിടങ്ങളിലൂടെ ഒഴുകുകയാണ്. പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. അഖിലുണ്ട് ഇപ്പോൾ സ്ഥലത്ത് നിന്നും. അഖിൽ, എന്താണ് സംഭവിച്ചത്? ഈ പാടശേഖരത്തിൽ വെള്ളം ഒഴുക്കാത്തതാണോ കാരണം? ആരാണിത് ചെയ്യേണ്ടത്? അരുൺകുമാർ, അത് തന്നെയാണ് കാരണം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വീടിന്റെ പുരയിടത്തിലാണ്. ഇവിടെ ഈ വെള്ളം ഒഴുകി വരുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വീടിന്റെ സ്റ്റെപ്പിനോട് ചേർന്ന് ഇപ്പോൾ വെള്ളം ഒഴുകുന്നു. അതായത് കാര്യമായി മഴ പെയ്തിട്ടില്ല. കഴിഞ്ഞ 10 ദിവസമായി, ഇന്നലെ മാത്രമാണ് കുറച്ചെങ്കിലും മഴ പെയ്തത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഈ 10 ദിവസം മഴ ഇല്ലാഞ്ഞിട്ട് പോലും ഇത്രത്തോളം വെള്ളം ഈ പാടശേഖരത്തിൽ നിന്നും കര കവിഞ്ഞ് ഒഴുകി വരുന്നുണ്ടെങ്കിൽ ഇനി മഴ കൂടി കനത്തു കഴിഞ്ഞാൽ എന്താവും ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള ഒരു 14ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ഇവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇവരോടൊക്കെ ചോദിച്ച സമയത്ത് ഈ പാടശേഖര കമ്മിറ്റിയാണ് ഈ വെള്ളം വറ്റിക്കേണ്ടത്. പക്ഷേ അവർ അത് വറ്റിക്കാൻ തയ്യാറാവുന്നില്ല. ഇത് സംബന്ധിച്ച പഞ്ചായത്തിലും ഒക്കെ പരാതി നൽകിയതാണ്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞത്. ഇവരോട് ചോദിക്കാം, നിങ്ങൾ പരാതി നൽകിയതല്ലേ ഇവിടെ? കളക്ടർക്ക് പരാതി കൊടുത്തു. പരാതി ഫോണിൽ കൂടെ പറയുമായിരുന്നു. പറഞ്ഞിട്ടപ്പം പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിളിക്കാൻ പറഞ്ഞു. സെക്രട്ടറിനെ വിളിച്ച്, പ്രസിഡന്റിനെ വിളിച്ച്, എല്ലാവരും പരാതി എഴുതിക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പരാതി എഴുതിക്കൊണ്ട് പോയി എൻ്റെ മോൾക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു. 16 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് കിടന്ന കിടപ്പിൽ മാരകരോഗം പിടിപെട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇവിടുന്ന് ഇപ്പം ഞങ്ങളതിനെ ഇതിലെങ്ങും കൊണ്ടുപോകാൻ വരാത്തണം ബൈക്കത്ത് കൊണ്ട് ആക്കിയിരിക്കുകയാണ്. അതും അതിൻ്റെ തള്ളയും അതിൻ്റെ മൂത്ത കൊച്ചും എല്ലാം. പാടശേഖരത്തെ കമ്മിറ്റിക്കാരെ ഇപ്പം ഞാൻ വിളിച്ചു. രാവിലെ വിളിച്ചപ്പം പറഞ്ഞു അത് അവർക്കിപ്പോൾ ഓടിക്കാനായിട്ട് 1.5 മാസം പിടിക്കുമെന്ന്. ഫോർമറും ഒക്കെ ശരിയായി ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ 1.5 മാസം പിടിക്കും. ഞാൻ ചോദിച്ചു അല്ലാതുള്ള ഫോം വഴിയൊന്നും ഇല്ലേന്ന് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് അത് 6500 രൂപ ഒരു ദിവസം ജനറേറ്ററിന് വാടക കൊടുക്കണമെന്ന് പറഞ്ഞു. അത് അവരെ പാടശേഖരക്കാരെ കൊണ്ട് പൊങ്ങുകയല്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ റോയലിൽ ചെന്ന് സാറിനോടൊന്ന് നേരിട്ട് ചോദിക്കാൻ. അവരുടെ ഫോർമറിൽ നിന്ന് കറണ്ട് തന്നാൽ 2 ദിവസത്തേക്ക് കറണ്ട് തരാൻ പറ്റുമോ എന്ന് റോയൽ റിവയറെ ചെന്ന് ചോദിച്ചു. ഇത് വെള്ളം ഇങ്ങനെ കയറി വരികയാണെങ്കിൽ വലിയ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറ. വെള്ളം കയറി വരുന്നതിന് എവിടെ പോയി? ഞങ്ങൾ പാടശേഖരക്കാർ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അവർ കൊണ്ട് മോട്ടർ ഈ വെള്ളം പറ്റി കഴിഞ്ഞിട്ട് വെച്ചാൽ മതിയായിരുന്നു. അത് കാരണം അവരിപ്പോൾ തന്നെ കൊണ്ടുവച്ച് ഈ വെള്ളം പോയി അവർ മോട്ടർ നടത്തുകയല്ല. ഞങ്ങൾ എന്ത് ചെയ്യും? രണ്ടാം കൃഷി ഒരു കൃഷിയുണ്ട് ഇവിടെ.